ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വിശുദ്ധ തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. താങ്ക് യു ലോർഡ് ഫോർ ദ ഹോളി സ്ക്രിപ്ചേഴ്സ്. ജീവന്റെ അപമായ വചനത്തെ ഈ മനോഹരമായ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഭജിക്കണമേ. എല്ലാ പുകഴ്ചയും ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ നാമത്തിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. എഫേഷ്യൻസിന്റെ ബാക്ക്ഗ്രൗണ്ട്സിലേക്ക് ഒന്നും പോണില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചു. നമുക്ക് ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത് ഒരു സെമിട്രിയിലാണ്. അങ്ങനെയല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച സ്ഥലം സെമിട്രിയിലാണ് ആരംഭിക്കുന്നത്. സമയത്തിന്റെ പ്രശ്നം കൊണ്ട് ഞാൻ ചാപ്റ്റർ മുഴുവൻ വായിപ്പിച്ചില്ല. എന്നാൽ അത് അവസാനിക്കുന്നത് സെമിട്രിയിലല്ല, അത് അവസാനിക്കുന്നത് ടെമ്പിളിലാണ്, ആലയത്തിലാണ്. സോ ഈ ടൈറ്റിൽ ഈ സെർമണിന് ടൈറ്റിൽ കൊടുക്കാമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം: ഫ്രം tomb to temple, cemetery to temple. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച ആളുകളെ ആലയമാക്കി മാറ്റിയ സ്റ്റോറിയാണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ സ്റ്റോറി. എഫെസോസിലെ ആളുകളുടെ കാര്യം മാത്രമല്ല, നോട്ടിംഗ്ഹാമിൽ ഇന്ന് ഈ ചർച്ചിലിരിക്കുന്ന ആളുകളുടെ സ്റ്റോറിയും കൂടിയായിരുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച നമ്മളെ അവൻ ഉയർപ്പിച്ചു. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ എത്ര സ്ട്രോങ് ആണെന്ന് അറിയാമോ? ഗോഡ് റൈസ്ഡ് us. ഫിസിക്കലി ഔട്ട്വേർഡ്ലി അല്ല, ഇത് സ്പിരിച്വലി റൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് അങ്ങനെ ഇരിക്കുന്നത്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച നമ്മുടെ പാസ്റ്റ് സെമിട്രിയുടെ പാസ്റ്റാണ്. ലോകത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് നടന്ന ഒരു പാസ്റ്റാണ്. യാതൊരു തരത്തിലും ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് മെറിറ്റ് ചെയ്യാൻ പറയുന്ന ഒരു പാസ്റ്റ് അല്ല. അതൊക്കെ 2:11 മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ആകയാൽ നിങ്ങൾ മുമ്പേ ജാതികളായിരുന്നു. ദ പാസ്റ്റ്, മുമ്പേ പാസ്റ്റ്. Now there is a present and there is a future. അതാണ് ഇന്നത്തെ എൻ്റെ മെസ്സേജ്. പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ദ പാസ്റ്റില് ഒന്ന് പറഞ്ഞത് അതിക്രമങ്ങളിലും പാപങ്ങളിലും നിങ്ങൾ എന്ത് ചെയ്തതാണ്? Dead in transgressions and sinners. Dead in transgressions and sinners. പിന്നെ പറയാ, നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ആരായിരുന്നു അറിയാമോ? ജാതികളായിരുന്നു. ജഡത്തിന്റെ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റു പരിച്ഛേദനക്കാർ എന്ന പേരുള്ളവർ അഗ്രചർമ്മക്കാർ എന്നിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവം എന്ത് യോഗ്യതകളാണ് നമുക്കുണ്ടായിരുന്നത് അറിയാമോ? എഫെസോസിലെ വിശ്വാസികൾക്കും നോട്ടിംഗ്ഹാമിലെ വിശ്വാസികൾക്കും ഇതൊക്കെയായിരുന്നു നമ്മുടെ മെറിറ്റ്. ഇതൊക്കെയാണ് നമുക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ആ പാസ്റ്റിലേക്ക് പോകുമ്പോൾ ഞാനൊരു ആസ്പെക്ട് മാത്രമാണ് കർത്താവിൻ്റെ ഒരു ഗൈഡൻസിൽ നിന്ന് പാൽക്കലെടുക്കുക. അത് God is a God who raises the dead. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. സ്തോത്രം. കരങ്ങളെ ഉയർത്തി ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഞങ്ങൾ സേവിക്കുന്ന ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം. മരിച്ചുപോയ അല്ലെങ്കിൽ അതുപോലുള്ള ഡെഡായ സാഹചര്യങ്ങളിൽ ജീവൻ പകരാൻ കഴിയുന്ന ഒരേ ഒരാള് ഈ വേദപുസ്തകം പരിചയപ്പെടുന്ന ദൈവം മാത്രമാണ്. ഇത് ഈ പശ്ചാത്തലത്തിലാണ് നമുക്ക് ഇവിടെ നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച നിങ്ങളെ ഉയർപ്പിച്ചെന്ന് പറയുന്നത് ഫിസിക്കൽ അല്ല, ഇന്റേണൽ, സ്പിരിച്വലാണ്. എന്നാൽ ഈ ചിന്തകളുമായിട്ട് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് യാത്ര. ഞാൻ ആ പർട്ടിക്കുലർ തീമിലാണ് നിൽക്കുന്നത്, ബാക്കി പാസ്റ്റിലേക്ക് ഒന്നും പോകുന്നില്ല. God who raises the dead. നമുക്ക് ഇതിന്റെ സ്റ്റോറി, ബൈബിളിന്റെ സ്റ്റോറിയിലെ വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഞാൻ പറഞ്ഞ അബ്രഹാമിന്റെ വിളി അല്ലേ? ജനസിസ് 12 വിളിക്കുന്നത് ഉൽപ്പത്തി 11 കോണ്ടസ്റ്റിൽ, അത് ബാബേലിന്റെ കോണ്ടസ്റ്റിൽ അബ്രഹാമിനെ വിളിക്കുമ്പോൾ 75 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വലിയൊരു പ്രോജക്റ്റിന് വേണ്ടി. ഏത് പ്രോജക്റ്റ് അറിയാമോ? ലോകത്തിന് മുഴുവൻ ബ്ലെസ്സിങ് വരാനുള്ള ഒരു പ്രോജക്റ്റിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നത് ഒരു 75 years old man. അത് മാത്രമല്ല, ദൈവം 25 years വെയിറ്റ് ചെയ്തു. സഹായം ജനിക്കുന്നത് 100 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. 25 years. അബ്രഹാമിന്റെ സാധ്യതകളെല്ലാം അവസാനിച്ചെടുത്ത കർത്താവ് തുടങ്ങിയത്. ആ ഭാഗം
റോമാലേഖനം 4-ാം അധ്യായത്തിൽ അതൊന്ന് വിശദീകരിക്കുന്നു. നമുക്കിതിന്റെ ആദ്യം റോമർ 4:17 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ഓക്കെ, അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ 2 കീ പോയിന്റ്സ് കൊണ്ടുവരിക. ഒന്ന്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന താൻ വിശ്വസിച്ച ദൈവത്തിന്റെ, അബ്രഹാം പറഞ്ഞ 2 കീ പോയിന്റ്സ് ആണ്. A God who raises the dead. Number 1. Number 2, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ദൈവം. ഒരു തെളിവ് തരാമോ അതിന്? ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നു എന്നുള്ളതിന് ഒരു തെളിവ് എനിക്ക് തരാമോ? സൃഷ്ടി ഒന്നുമില്ലാത്തടത്തു നിന്നാണ് ഇന്ന് കാണുന്ന സകലതിനെയും ഉണ്ടാക്കിയ ദൈവം. ഇന്ന് കാണുന്ന എന്തെല്ലാം ഇവിടെ ഉണ്ടോ അതിന്റെ എല്ലാം നിർമ്മിതാവ്. എന്തെങ്കിലും ഉണ്ടായിരുന്നിടത്ത് നല്ല അത് പണിതെടുത്തത് ഒന്നുമില്ലായ്മയുടെ നടുവിൽ നിന്നാണ്. ശൂന്യതയുടെ മേൽ പണിയാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെന്ന് പലകാലം നമ്മൾ മറന്നു പോകരുത്. ശൂന്യതയുടെ മേൽ, മരണസംബന്ധം സംബന്ധിച്ചായ കാര്യങ്ങളുടെ മേൽ പണിയാൻ കഴിയുന്നത് 2 കാര്യങ്ങൾ. ഒന്ന്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? മരിച്ചവരെ ഉയർപ്പിക്കുന്ന. ഇനി ബാക്കി താഴെ വാക്യങ്ങൾ വായിച്ച് ബാക്കി ഭാഗങ്ങള്. താൻ വിശ്വസിച്ച ദൈവത്തിൽ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് വേണ്ടി. അടുത്ത വാക്യം, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി. കാരണം സാമാന്യ ബുദ്ധിയിൽ ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ അങ്ങനെ ഒരു സാധ്യത അവിടെ ഇല്ല. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. കാരണം സാധ്യതകൾ ഇല്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന് താൻ വാക്ക് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് അബ്രഹാം ദൈവത്തെ വിശ്വസിക്കാനിടയായി തീർന്നു. നോട്ടിംഗ്ഹാമിൽ ഇന്ന് പകലിൽ ചർച്ചയിലിരിക്കുന്ന ആളുകളെ, അബ്രഹാമിനെ വിളിച്ച അതേ ദൈവമാണ് നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നതെങ്കിൽ സാധ്യതകൾ ഉള്ള സ്ഥലത്തും സാധ്യതകൾ ഇല്ലാത്ത സ്ഥലത്തും പ്രവർത്തിക്കാൻ ദൈവത്തെ കൊണ്ട് കഴിയുമെന്ന് ഇന്ന് ഞങ്ങൾ സഭയായി ഒരുമിച്ച് ഞങ്ങളുടെ കാര്യങ്ങളെ ഉയർത്തി ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കും. He is the father for all of us. എന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിക്കും. ഇടയ്ക്കൊക്കെ അബ്രഹാം ഡിസപ്പോയിന്റഡ് ആയി കേട്ടോ. ഉൽപ്പത്തി പുസ്തകം 15 അധ്യായത്തിൽ ഭാഗം അവിടെ പോകണ്ട. അബ്രഹാം പറയുന്നത് ദമേശക്കാരനായ എലിയാസർ എന്തായി തീരും അറിയാമോ? എന്റെ അവകാശിയായിട്ട് തീരും. മനുഷ്യനാണ്. അവരുടെ നിരാശയുടെ ചിന്തകൾ കടന്നു വന്നേക്കാം. പ്രത്യാശയുടെ ചിന്തകൾക്ക് പകരം സങ്കടപ്പെടുന്ന ചിന്തകൾ കടന്നു വന്നേക്കാം. കാരണം ഒരു 25 years ലോങ് ജേർണി എൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് ദൈവം പറഞ്ഞതറിയാമോ? ഈ ദേശത്തെ അവകാശമാക്കാൻ കൽദേ പട്ടണമായ ഊരിൽ നിന്നും നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന ഞാനാ. ബാബുജി പാസ്റ്റർ എന്നെ കൂട്ടിക്കൊണ്ടുവന്നൊന്നുമില്ല ഇന്ത്യയിൽ നിന്ന്. കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവിടെ പോയി വിളിച്ചിറക്കിക്കൊണ്ട് വരിക. തേജോമയനായ ദൈവം, സ്തെഫാനോസിന്റെ പ്രസംഗം അപ്പോസ്തലപ്രവൃത്തി 7 അറിയാമോ? തേജോമയനായ ദൈവം അബ്രഹാമിന് കൽദേ പട്ടണമായ ഊരിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ടു. അവരുടെ ഫേസ് ടു ഫേസ് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ തേജസ് കണ്ട അബ്രഹാം ഇറങ്ങി തിരിച്ചത്. അബ്രഹാമിനോട് പറയാം, അബ്രഹാമേ, ഞാനാ നിന്നെ വിളിച്ചിറക്കിയേ. എനിക്ക് എൻ്റെ വാക്കിനോട് ഉത്തരവാദിത്വമുണ്ട്. ഇതുപോലെ മനുഷ്യരാരുമല്ല ഇറക്കിത്തിരിപ്പാനിടയായത്. ഒരു ചർച്ചോ പാസ്റ്ററോ അല്ല നിങ്ങളെ വിളിച്ചിറക്കിയത്. നിങ്ങളെ വിളിച്ചിറക്കിയത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവാണെങ്കിൽ, ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ നടുവിൽ നടത്താൻ നല്ലവണ്ണം അറിയാവുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവെങ്കിൽ, ആശയ്ക്ക് വിരോധമായി അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചതുപോലെ നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന ഞാൻ നിന്റെ ദൈവമാണ്. നമ്മുടെ ഉറപ്പ് സാഹചര്യങ്ങളിലല്ല, നമ്മുടെ ഉറപ്പ് നമ്മുടെ സംവിധാനങ്ങളിലുമല്ല. അതെല്ലാം നല്ലതാ. അതിനേക്കാൾ വലിയൊരു ഉറപ്പൊരു ഭക്തനുണ്ട്. ആ ഭക്തൻ
ഭക്തൻ. ഞാൻ തന്നെ ഇറങ്ങിയതല്ല, കർത്താവ് എന്നെ വിളിച്ചിറക്കിയതാണ്. God is a God who keeps the promises. കൂടാരത്തിന്റെ വെളിയിൽ കൊണ്ട് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഈ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ കഴിയുമോ? ഇന്നും നക്ഷത്രങ്ങൾ എത്രയുണ്ടെന്ന് സയൻസിന് അറിയത്തില്ല. സ്റ്റീഫൻ ഹോക്കിങ് കഴിഞ്ഞ ദിവസം അടുത്ത കാലത്ത് മരിച്ചുപോയ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ ക്യാമറ എപ്പോഴും ആകാശ സ്പേസിലേക്കാണ്, പക്ഷെ അദ്ദേഹത്തിന് നക്ഷത്രങ്ങളുടെ എണ്ണം അറിയത്തില്ല. നമ്മുടെ കർത്താവിന് നക്ഷത്രങ്ങളുടെ എണ്ണം അറിയാം. 146 സംഖ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ കർത്താവ് ശക്തിയേറിയവനും ബലവാനുമാകുന്നു, അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നെന്നാണ് മലയാളത്തിൽ. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. He determined the number of stars. നക്ഷത്രങ്ങൾ എത്ര എണ്ണം വേണമെന്ന് തീരുമാനിച്ചതാണ്. ഒരു സൈഡിൽ ആ കൊച്ചു വീടിൽ ഇന്നേക്ക് 4000 വർഷങ്ങൾ മെസപ്പൊത്തോമിയയിൽ ആ കൊച്ചു വീടിന് മുമ്പിൽ രാത്രിയിൽ, നക്ഷത്രങ്ങളുള്ള ആകാശത്തിന്റെ രാത്രിയിൽ, ആ രാത്രിയിൽ ആ മുറ്റത്ത് നിൽക്കുന്ന ആ ക്ഷീണിതനായ ആ മനുഷ്യനോട് ദൈവം ഒരു പ്രോമിസ് കൊടുത്തു. എന്താ പ്രോമിസ് അറിയാമോ? ഇതുപോലെയാകും നിന്റെ സന്തതികൾ. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. സാധ്യത നോക്കിയല്ല, ദൈവം പറഞ്ഞ വാക്കിന്റെ ഉറപ്പിലാണ്. മുന്നോട്ടുള്ള യാത്രയിൽ ചിലപ്പോൾ കാറ്റും കോളും ഒക്കെ അടിച്ചെന്ന് വന്നേക്കാം. എന്നാൽ അതിന്റെ നടുവിലും നിന്നെ നിർത്താൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് നീ സേവിക്കുന്നത്. കാരണം നിന്നെ വിളിച്ചിറക്കിയവന് യാത്രയിൽ ഉത്തരവാദിത്തമുണ്ട്. എത്ര പേരിനോട് ചേർന്നത് വിശ്വസിക്കുന്നത് പറഞ്ഞാൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ. അടുത്ത വാക്യം റോമലേഖനം വായിച്ചേ. ഏകദേശം Paul is writing in the commentary about Abraham's life. ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം ഡെഡ്, നിർജീവമായി പോയിട്ടും, രണ്ടും സാറയുടെ ലൈഫും അബ്രഹാമിന്റെ ലൈഫും ഡെഡ്. എന്നിട്ടും വിശ്വാസം എന്ത് ചെയ്തില്ല? ക്ഷീണിച്ചില്ല. കാരണം ഇത് ഡെഡ് ആയാലും അവൻ വിശ്വസിച്ചത്, ഞാൻ വിശ്വസിക്കുന്ന ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിലാണ്. രണ്ടും സാധ്യതകളില്ല, പക്ഷെ പ്രോമിസ് ഇപ്പോഴും നിൽക്കുക. എന്താ പ്രോമിസ് അറിയാമോ? ഇതുപോലെ നിനക്ക് സന്തതി ഉണ്ടാകും. ഞാൻ വിചാരിക്കുന്നത് ഗോഡ് വെയിറ്റഡ് 25 years അബ്രഹാമിന്റെ സാധ്യതകളെല്ലാം അസ്തമിക്കുന്നിടം വരെ. കാരണം ഇതിനകത്ത് അബ്രഹാമിന് പോലും കോളർ പൊക്കാനുള്ള റൈറ്റ് ഇല്ല. ഇത് പൂർണ്ണമായി ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. സാധ്യതകളില്ലാത്ത സ്ഥലത്ത് പ്രവർത്തിക്കാൻ ദൈവത്തെ കൊണ്ട് അബ്രഹാമിന്റെ ലൈഫിൽ കഴിഞ്ഞെങ്കിൽ, ചെങ്കടലിന്റെ നടുവിൽ വഴിയില്ലാത്ത ഒരു സ്ഥലത്ത് തന്റെ ജനത്തെ താൻ വിളിച്ചിറക്കി ജനത്തിന് ഒരു വഴി വെട്ടിക്കൊടുക്കാൻ ദൈവത്തെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ, ഇന്ന് പകൽക്കാലം ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ പ്രതീക്ഷ എന്താണെന്നറിയാമോ? ഇതിനകത്തൂടെ എല്ലാം എന്നെ നടത്തിക്കൊണ്ടു പോകാൻ എന്റെ കർത്താവിനെ കൊണ്ട് കഴിയുമെന്നുള്ളതാണ്. അവിടെ എഴുതിയിരിക്കുക. എന്നിട്ടും വിശ്വാസത്തിൽ എന്ത് ചെയ്തില്ല? ക്ഷീണിച്ചില്ല. അടുത്ത വാക്യം. അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട്. അടുത്ത വാക്യം. ശക്തമെന്ന് പൂർണ്ണമായി ഉറച്ചു. പിന്നെ ശ്രദ്ധിക്കണേ, അവനെ വിചാരിച്ചു മാത്രമല്ല നമ്മെ കൂടെ വിചാരിച്ച. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പാൽക്കൽ നോട്ടിക്കാൻ ചർച്ച ചെയ്യുന്നത്, നമ്മൾ സേവിക്കുന്ന ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണോ? മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിലാണോ നാം വിശ്വസിക്കുന്നത്? ഒന്നുമില്ലാത്തതിനെ ഇല്ലാത്തടത്ത് നിന്ന് ഉള്ളതിനെ പോലെ വിളിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണോ നമ്മൾ സേവിക്കുന്നത്? ഇത് റോമാലേഖനത്തിൽ ചുമ്മാ എഴുതി വെച്ചിരിക്കുന്ന പൗലോസ് പറയുന്നത് അബ്രഹാമിന്റെ സ്റ്റോറി 4000 വർഷം മുമ്പുള്ള സ്റ്റോറി മാത്രമല്ല. പൗലോസ് പറയാ നിങ്ങളെ കൂടെ ഉദ്ദേശിച്ച് എഴുതിയിരിക്കുന്നത്. എന്താ നമ്മളെ കൂടെ ഉദ്ദേശിക്കുന്നത്? അത് വായിച്ചേ. ശ്രദ്ധിക്കണം. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പകൽ കർത്താവിന്റെ മേശ എടുക്കാൻ വേണ്ടി നമ്മൾ പോവുക, അതിന് പങ്കെടുക്കാൻ വേണ്ടി പോവുക. അബ്രഹാമിന്റെ വിശ്വാസം സെയിം കൈൻഡ് ഓഫ് ഫെയ്ത്ത് ആണോ നമുക്കുള്ളത്? ഫസ്റ്റ് അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ അത്ര വലിയ വിശ്വാസികളൊന്നും അല്ല. അബ്രഹാമിന്റെ വലിയ വിശ്വാസമല്ലേ, അത്ര ഒന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്ന്. പക്ഷെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ എന്താ വിശ്വസിച്ചറിയാമോ? യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് മാത്രമല്ല വിശ്വസിച്ചേ, ദൈവം അവനെ അതും കൂടെ വിശ്വസിച്ചു. നിങ്ങൾ അബ്രഹാം വിശ്വസിച്ചതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിച്ചു. എന്നറിയാമോ? എന്റെ ശരീരം നിർജീവമായി പോയാലും, എന്റെ സാഹചര്യങ്ങളെല്ലാം അസ്തമിക്കപ്പെട്ടു പോയാലും, എനിക്ക് തന്ന
നിറവേറ്റാൻ എൻ്റെ ദൈവത്തെ കൊണ്ട് കഴിയുമെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചതുപോലെ രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന ഈ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. തെളിവെന്നറിയാമോ? ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും എന്ത് ചെയ്യുന്നറിയാമോ? ഉയർപ്പിച്ചു. നമ്മുടെ ഫെയ്ത്ത് അതാണ്. എഫേസ്യ ലേഖനത്തിലേക്ക് തിരിച്ചു വന്നേ. എഫേസ്യ ലേഖനം 2:1 നമ്മൾ വായിച്ചു. 2:1 തന്നെ വായിച്ചേ. അതിക്രമങ്ങളിലും പാപങ്ങളിലും അങ്ങനെ വിശ്വസിച്ചപ്പോൾ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിച്ചപ്പോൾ, ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന് വിശ്വസിച്ചപ്പോൾ, നിങ്ങൾ നീതീകരിക്കപ്പെട്ടു, ദൈവത്തിന്റെ മക്കളായി അകത്ത് ഒരു ഉയർപ്പ് നടന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന രക്ഷിക്കപ്പെട്ടെന്നാണ്. നോക്കിയേ, എഫേസ്യ ലേഖനം 2:1 വായിച്ചു. 1:18 വാക്യം വായിച്ചു. അതിന്റെ തൊട്ട് പുറകിലുള്ള വാക്യം. ചാപ്റ്റർ 1, നോട്ട് ചാപ്റ്റർ 2. അവന്റെ വിളിയാലുള്ള ആശയുന്നതെന്നും പൗലോസിന്റെ പ്രാർത്ഥന, അത് എല്ലാത്തിലേക്കും പോകണ്ട. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് മാത്രം. പിന്നെ അവന്റെ ബലത്തിന്റെ വല്ലഭത്താൽ ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നീ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു പൗലോസ് പറയുക. ഇന്ന് ഈ ചർച്ചിനകത്ത് ആരെങ്കിലും വന്ന് വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന ഓർത്തുകൊള്ളുക, നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഈ ഞായറാഴ്ച തിരിച്ചറിഞ്ഞ് കർത്താവിന് ഒരു സ്തോത്രം പറഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് മടങ്ങി പോകാം. എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. റോമിൽ താൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ തടവറയിൽ മുഴങ്കാലം അടക്കി പ്രാർത്ഥിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ വിളിയാലുള്ള ആശയം തിരിച്ചറിയണം. അതുപോലെ തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് പ്രാർത്ഥിക്കുക. സാഹചര്യങ്ങൾ പ്രതികൂലമായിക്കൊള്ളട്ടെ സഹോദരി, സാഹചര്യങ്ങൾ അനുകൂലമല്ലാതായിക്കൊള്ളട്ടെ, മുന്നോട്ടുള്ള യാത്രയിൽ കാറ്റും കോളും ഒക്കെ ഉണ്ടായിക്കൊള്ളട്ടെ, എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം, അബ്രഹാമിന്റെ ദൈവം, അവൻ യേശു ക്രിസ്തുവിനെ മരിച്ചവിടുന്ന് ഉയർപ്പിച്ച ദൈവം, എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. ഞാൻ ചോദിക്കട്ടെ, അളവുള്ളതിനെയല്ലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ ഷർട്ട് 42 ആ, ഈ റൂമിനൊരു ലെങ്ത് ഉണ്ട്, ഈ ടാബിന് മെൻഷൻ ഉണ്ട്, ഈ കീബോർഡിന് ലെങ്ത് ഉണ്ട്, നിങ്ങളുടെ വീട് സ്ക്വയർ ഫീറ്റ് ആണ്, എല്ലാത്തിനും മെഷർമെന്റ് ഉണ്ട്. മെഷർമെന്റ് ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്തില്ല. പൗലോസ് പറയാ, അളവറ്റ വലിപ്പം. എന്തിന്റെ അളവറ്റ വലിപ്പമാണെന്നറിയാമോ? ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. നിങ്ങൾക്ക് ദൈവശക്തി മനുഷ്യ ചരിത്രത്തിൽ പ്രദർശിക്കപ്പെട്ട കുറച്ച് ഉദാഹരണം എന്നോട് പറയാമോ? വഴിയില്ലാത്തടത്ത് ചെങ്കടലിനെ കീറി മുറിച്ച് അതിന്റെ നടുവിൽ കാലി വെച്ച താഴാത്തൊരു വഴി ഉണ്ടാക്കിയ ദൈവശക്തിയാണോ? സ്തോത്രം. അതെ. 40 വർഷം മന്ന കൊടുത്ത് കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മീതെ കൊണ്ടുപോകുന്നത് പോലെ ഈ ജനത്തെ പോഷിപ്പിച്ചത് ദൈവശക്തിയുടെ പ്രദർശനമല്ലേ? പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിൽ തട്ടിയപ്പോൾ യോർദാന്റെ ഒഴുക്ക് മുകളിൽ നിർത്തിയത് ദൈവശക്തിയുടെ പ്രദർശനമല്ലേ? സൂര്യ അവിടെ നിൽക്കാമെന്ന് യോശുവ പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ വാക്ക് കേട്ടിട്ട് അവിടെ അതിനെ നിർത്തിയത് ദൈവശക്തിയുടെ പ്രദർശനമല്ലേ? എത്ര എത്ര എക്സാമ്പിൾസ് ഉണ്ടെന്നറിയാമോ? കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് പറഞ്ഞപ്പോൾ കാറ്റിനെയും കടലിനെയും അടക്കിയത് ദൈവശക്തിയുടെ പ്രദർശനമല്ലേ? അതെല്ലാം ദൈവശക്തിയുടെ പ്രദർശനമാണ്. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒത്തിരി സ്റ്റോറീസ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എത്രയോ അടഞ്ഞ വഴികളുടെ നടുവിൽ എത്രയോ പ്രാവശ്യം ഞങ്ങൾ കർത്താവിന്റെ ശക്തിയുടെ പ്രദർശനം കണ്ടവരാ. എന്നാൽ പൗലോസ് പറയുന്നത് അറിയാമോ? മനുഷ്യന്റെ ചരിത്രത്തിലെ the biggest display of God's power, മനുഷ്യന്റെ ചരിത്രത്തിലെ ദൈവശക്തിയുടെ ഏറ്റവും വലിയ പ്രദർശനം ചെങ്കടലിന്റെ കരയിലല്ല, മരുഭൂമിയിലല്ല, യോർദാന്റെ കരയിലല്ല, കാറ്റിനെയും കടലിനെ ശാന്തമാക്കിയപ്പോഴല്ല, ലാസറെ തിരിച്ചു വരിക എന്ന് പറഞ്ഞപ്പോഴല്ല, അതൊക്കെ ദൈവശക്തിയുടെ ഡെമോൺസ്ട്രേഷൻസ് ആയിരുന്നു. ഏറ്റവും വലിയ ഡെമോൺസ്ട്രേഷൻ നടന്നത് എവിടെയാണെന്ന് അറിയാമോ? അതാ വാക്യം. അളവില്ലാത്തത് മനസ്സിലാകാൻ വേണ്ടി അതിന്റെ ഒരു ഉദാഹരണം പൗലോസ് കൊടുത്തിട്ടുണ്ട്. നോക്കി അടുത്ത വാക്യം. അങ്ങനെ അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് എന്നറിയാമോ? ഉയർപ്പിച്ചു. ഹല്ലേലൂയ. ദൈവശക്തിയുടെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രദർശനം നടന്നത് യേശുവിന്റെ കല്ലറയ്ക്കലാണ്. കല്ലറയിലേക്ക് ഓടിയ സ്ത്രീകൾ പറഞ്ഞു, ആര് ഈ 2.5 കിലോ, ഏകദേശം 2 ടൺ 200-250 കിലോ ഭാരമുള്ള ഈ വലിയ കല്ല് ആര് മാറ്റുമെന്നോർത്താ പോയത്?
എന്നാൽ അവർ ചെല്ലുന്നതും, ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, മഗ്ദലക്കാരത്തി മറിയ യേശുവിനോട് വലിയ സ്നേഹമുള്ള ആളായിരുന്നു. അവർ ഒരുമിച്ച് ഓടിയപ്പോൾ ഇച്ചിരി ഫ്ലാസ്കിനകത്ത് ഇച്ചിരി സുഗന്ധമൊക്കെ ഉണ്ടായിക്കൊണ്ടാണ് പോയത്, ചെറിയൊരു ഫ്ലാസ്കിനകത്ത്. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഈ മറിയ പോയ വഴി കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല, കാരണം ഫ്രാഗ്രൻസ്. എന്നാൽ ആ ഫ്ലാസ്ക്, ആ ചെറിയ അതിനകത്തുള്ള ലിക്വിഡ്, ആ ഫ്രാഗ്രൻസ് മറിയയുടെ സ്നേഹമായ യേശുവിനോടുള്ള, അത് പൂശേണ്ടി വന്നോ? ഇല്ല. കാരണം അതിന് മുമ്പ് കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുന്നു, അങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ട് പോയതിനേക്കാൾ സുഗന്ധമുള്ള ഒരു മെസ്സേജ് കർത്താവ് ഇങ്ങോട്ട് കൊടുത്തു വിട്ടു. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ തന്നെ അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പകൽ ബലഹീനനായ ഒരു കർത്തൃദാസനായ ഞാൻ ദൈവത്തിന്റെ വചനം ഈ ചർച്ചിൽ പ്രസംഗിക്കുമ്പോൾ വചനത്തോട് വ്യാപരിക്കുന്ന ശക്തി യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച ശക്തിയാണ്. അവനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. എന്നറിയാമോ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച നമ്മളെ ഉയർപ്പിച്ചത് വചനത്തോട് വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തിയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച് മൃതമായി പോയ നമ്മളെ ജീവിപ്പിക്കുവാനിടയായത്. കരങ്ങളെ ഉയർത്തി ഒരുമിച്ച് ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യേശു ക്രിസ്തുവിന്റെ കല്ലറയ്ക്കൽ വ്യാപരിച്ച ദൈവശക്തി കൺവെൻഷൻ മീറ്റിംഗിനകത്ത് വ്യാപരിച്ചപ്പോൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച എന്റെ സ്റ്റോറിയെ ജീവന്റെ സ്റ്റോറിയാക്കി മാറ്റി. കരങ്ങളെ ഉയർത്തി ഒരു പ്രാവശ്യം കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിട്ടല്ല ഇതിനകത്തിരിക്കുന്നത്, ഞങ്ങൾ ജീവനുള്ളവരായിട്ടാണ് ഇതിനകത്തിരിക്കുന്നത്. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ഞാൻ രാത്രി പറഞ്ഞ പോലെ ഞങ്ങളുടെ മെറിറ്റോ വീട്ടുപേരോ ഒന്നുമല്ല. എന്റെ കാരണം വചനത്തോട് വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തി ഞങ്ങളെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച ഞങ്ങളെ ഉയർപ്പിച്ചു ദൈവസന്നിധി. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ എത്ര ബ്യൂട്ടിഫുൾ ആയ പദം സുഖേഷ്. ഇപ്പൊ നോക്കണം, കാരാഗ്രഹത്തിൽ കുത്തിപ്പിടിച്ചിരുന്ന പ്രാർത്ഥനയോടെ എഴുതുമ്പോഴേ ആ തലച്ചോറിനകത്തോടെ ചിന്തകളെല്ലാം കടന്നു പോകുക. നമ്മൾ അറിയേണ്ടതില്ല. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ കല്ലറയ്ക്കൽ വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ബിഗ്ഗസ്റ്റ് ഡെമോൺസ്ട്രേഷൻ. അവിടെ ഒന്ന് ഒതുക്കിയിട്ട് പഠിക്കുന്നതിന്റെ എക്സാമ്പിൾ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, എഹെസ്കേലിനെ ദൈവം വിളിക്കുന്ന മനുഷ്യപുത്രനാണ്. 37-ാമത്തെ ചാപ്റ്റർ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെട്ടുള്ള ചാപ്റ്ററാണ്. എന്താ എഹെസ്കേൽ 37 അറിയാമോ? ദൈവത്തിന്റെ കൈ എൻ്റെ മേൽ വന്നു, എന്നെ പുറപ്പെടുവിച്ച് ഒരു താഴ്വരയുടെ നടുവിൽ നിർത്തി. എന്നിട്ട് എഴുതി, എന്നെ ചുറ്റി നടക്കുമാറാക്കി. എന്നിട്ട് പറഞ്ഞു, ആ താഴ്വര അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. വാലി ഓഫ് ഡ്രൈ ബോൺസ്. ഇസ്രായേലിന്റെ യഹൂദയുടെ ചരിത്രമാണ്. ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയി തിരിച്ചിങ്ങോട്ടൊരു യാത്രയില്ല. കിന്നരങ്ങളിൽ അലർവൃക്ഷങ്ങളെല്ലാം കിന്നരങ്ങൾ തൂക്കിയിട്ട് തിരിച്ചൊരു റോഡില്ല തിരിച്ചു പോകാൻ. ടെമ്പിൾ പോയി, നഗരം പോയി, ലൈഫ് പോയി, ഫാമിലി പോയി, ബിസിനസ് പോയി, കാശ് പോയി, എല്ലാം പോയി. They became like dry bones. കർത്താവ് എഹെസ്കേലിനോട് ഒരു ദർശനം കൊടുത്തിട്ട് പറയാം, അവിടെ കൊണ്ട് വെച്ചിട്ട് എന്നിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് കർത്താവ്. എന്നാ ചോദ്യം അറിയാമോ? Son of man, can these bones live? ഇത് ഡെഡ. ഈ താഴ്വരയുടെ പേരെന്നറിയാമോ? മരണനിഴലിന്റെ താഴ്വര എന്നാ. പക്ഷെ കർത്താവ് എഹെസ്കേലിനോട് ചോദിക്കുക, can these bones live? എഹെസ്കേൽ എന്ന മറുപടി പറഞ്ഞേ, കാണാൻ അറിയാമോ? He did not say yes. യേശു പറഞ്ഞില്ല. കാരണം ഹ്യൂജ് ഒന്നിനോട് ബന്ധമുണ്ടായിരുന്നോ? നോട്ട് കണക്റ്റഡ്, ഡ്രൈ. ഒരു സൈന്യം വന്ന് അവിടെ, ഒരു സൈന്യം അവിടെ വന്ന് മരിച്ചു വീണ് വർഷങ്ങൾ കൊണ്ട് ഉണങ്ങി ഒന്നിനോടൊന്ന് ബന്ധമില്ലാതെ എല്ലാം സ്കാറ്റേഡ് ആയിരിക്കുന്ന അവസ്ഥയിലാണ് ദൈവം ചോദിക്കുന്നത്. റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. ഇങ്ങോട്ട് നോക്കിയിട്ട് ആർക്ക് പറയാൻ പറ്റും? യേശു പറയാൻ ബുദ്ധിമുട്ടാണ്, കാരണം സിറ്റുവേഷൻസ് അത്ര ബുദ്ധിമുട്ടാണ്. പക്ഷെ എഹെസ്കേൽ നോ പറഞ്ഞില്ല. കാരണം അഡോനായ യാഹ്വേ, യഹോവയായ കർത്താവ് ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ആർക്കാ നോ പറയാൻ പറ്റുക? പിന്നെ സഹോദരി, ഒരു സൈഡിൽ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ്. യേശു പറയാനുള്ള സാധ്യത ഒന്നും ഇല്ല പാസ്റ്ററെ, എല്ലാം ട്രൈയാ, നാട്ടിലെ സാഹചര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരു സൈഡിൽ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ളത് നീ മറക്കരുത്. ഈ താഴ്വരയിൽ ഒരു സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് മരണനിഴലിന്റെ താഴ്വരയാ പാസ്റ്റർ. എന്നാൽ കർത്താവ് കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് നോ പറയാൻ പറ്റത്തില്ല. കാരണം അവന്റെ കരം ജീവൻ പകരാൻ സാധ്യതയുള്ള കരമാണ്.
Ezekiel was a wise man, I think. എസ്കേൽ നോയി പറഞ്ഞ ലേശം പറഞ്ഞു. പക്ഷേ എസ്കേൽ മറുപടി എന്താണെന്നറിയാമോ? യഹോവയായ കർത്താവേ, ഈ ടൈം കറക്റ്റ് ആണോ? ഓക്കെ അല്ലേ? ഞാൻ നിർത്തേണ്ടത് 12:30. ഓക്കെ, ഞാനത് സമയം കറക്റ്റ് ആണെന്ന് പറയാൻ വന്നിട്ടില്ല. യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്നാ പറഞ്ഞേ. നീ അറിയുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എനിക്ക് കിട്ടിയ വ്യാഖ്യാനം ഇങ്ങനെയാ. ഇനി ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സാധ്യതയല്ല. ഇവിടെ ഒരു this is the end of the story. ഇനി ഒരു ചാപ്റ്റർ ഇവിടെ ഇല്ല. ഇനി ഇവിടെ ഒരു ചാപ്റ്റർ വേണമെങ്കിൽ അത് കർത്താവിനെ കൊണ്ടല്ലാതെ, ദൈവത്തെ കൊണ്ടല്ലാതെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ ഇല്ല. End of the story. End of the story. ഞാൻ പറയട്ടെ, കർത്താവ് പ്രവർത്തിക്കുമ്പോൾ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വരയുടെ സ്റ്റോറി മാത്രമല്ല, കുടുംബങ്ങളുടെ സ്റ്റോറിയെ മാറ്റാൻ ദൈവത്തെ കൊണ്ട് പറ്റും. തകർന്നു പോയതിനെ ഒരു പാടുപോലും ഇല്ലാതെ പുതുക്കി പണിയാൻ കഴിയുന്ന ഒരേ ഒരു പണിക്കാരൻ നസ്രയനായ യേശു കർത്താവ് മാത്രമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ദൈവവചനത്തോട് പ്രതികരിച്ചാൽ, സുവിശേഷത്തോട് പ്രതികരിച്ചാൽ, പ്രാർത്ഥനാപൂർവ്വം കാത്തിരുന്നാൽ, നിന്റെ സാഹചര്യങ്ങളുടെ മേൽ തന്റെ ആത്മാവിനെ കൊണ്ടും തന്റെ വചനത്തെ കൊണ്ടും പരിവർത്തിച്ച് നീ പോലും ചിന്തിക്കാത്ത രീതിയിൽ ആ സ്റ്റോറിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ വിളിച്ചവൻ വിശ്വസ്തനായതുകൊണ്ട് ദൈവം ഇടപെട്ട് എന്റെ സ്റ്റോറിയിൽ ഒരു മാറ്റം തരുവാൻ കർത്താവ് വിശ്വസ്തനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുക. ആ സാഹചര്യത്തിന്റെ 37ാമത്തെ ചാപ്റ്ററിലേക്ക് ഒന്ന് പോയിട്ട് അതിന്റെ 10ാമത്തെ ഒന്നാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു. ഒന്നാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു. യഹോവയുടെ ആത്മാവിനെ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. നമുക്ക് ഇതിന്റെ ഒരു പഞ്ച് കിട്ടാൻ വേണ്ടി പറയാം. റിയലി എങ്ങനെയാ? ഏറ്റവും ഉണങ്ങിയിരുന്നു. പിന്നെ അവ ഏറ്റവും അധികം ആയിരുന്നു. ഏറ്റവും ഹ്യൂജ്, ഏറ്റവും ഉണങ്ങി. എനിക്ക് ഇങ്ങനെയുള്ള ഈ ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് നോക്കിയാൽ 37ന്റെ 10ാമത്തെ വാക്യം വായിച്ചേ. This is ruach. പരിശുദ്ധാത്മാവിന്റെ കാറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, യേശു ക്രിസ്തുവിനെ മരിച്ചവരെ ഉയർപ്പിച്ചത് എങ്ങനെയെന്ന് അറിയാമോ? ദൈവത്തിന്റെ ആത്മാവിനല്ല. The Father raises the Son through the power of the Holy Spirit. ഇവിടെ റൂഅഹ്, ദൈവത്തിന്റെ കാറ്റ താഴ്വരയിലടിക്കുക. അവനോട് കൽപ്പിച്ചു പറഞ്ഞു, ഞാൻ പ്രവചിച്ചപ്പോൾ ദൈവത്തിന്റെ ഇപ്പൊ വായിച്ച കാറ്റ് അവരുടെ മേൽ വന്ന് അവർ ജീവിച്ചു. നോക്കണം, സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാമോ? എഫേസ്യൻ 2 സ്റ്റാർട്ട് ചെയ്തത് പോലെയാ. Dead, dead, like Abraham's body, dead, dead. അസ്ഥികൾ താഴെ dead. Ephesians chapter 2, dead. എല്ലാം death. പക്ഷേ കർത്താവിന്റെ ശ്വാസമോട് പ്രവർത്തിച്ചപ്പോൾ അവർ ജീവിച്ച് എഴുന്നേറ്റ്. ആ വാക്ക് ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ സൈന്യമായി, ഏറ്റവും ഉണങ്ങിയ, ഏറ്റവും ഡെഡായ സാഹചര്യത്തിന് നടുവിൽ നിന്നും ഏറ്റവും വലിയ സൈന്യത്തെ എഴുന്നേൽപ്പിക്കുന്ന പ്രവൃത്തി ലോകത്തിന്റെ ഒരു സംവിധാനത്തെ കൊണ്ട് കഴിയത്തില്ല. ഒരു ഗവൺമെന്റിനെ കൊണ്ടോ, ഒരു കൗൺസിലിങ്ങിനെ കൊണ്ടോ, ഒരു പ്രൊസീജിയേഴ്സിനോ, ഒരു മെഡിസിനും, ഒരു ഡോക്ടർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സയന്റിസ്റ്റിനെ കൊണ്ട് പറ്റത്തില്ല. അത് ചെയ്യാൻ അറിയാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അത് ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ കർത്താവായ അഡോണായി യാഹ്വേക്ക് മാത്രമാണ്. ഇത്ര വലിയൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെങ്കിൽ ചെറിയ ചെറിയ സാഹചര്യങ്ങളുടെ നടുവിൽ, ചെറിയ മതിലുകളുടെ മുമ്പിൽ നീ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. തൽക്കാലത്തേക്കൊക്കെ ഇച്ചിരി കുഴപ്പങ്ങൾ ഉണ്ടെന്ന് തോന്നിയാലും മുന്നോട്ടുള്ള യാത്രയിൽ നിന്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാൻ, നിനക്ക് വേണ്ടി വഴികൾ തുറക്കുവാൻ ദൈവം മതിയായവനാണ്. ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ വിശ്വസിക്കുക. Our God is a God. It changes the stories. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞേ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച നമ്മളെ എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവ് ഉയർപ്പിച്ചു. This is our story. എങ്ങനെ ഉയർപ്പിച്ചെന്നറിയാമോ? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നിമിത്തം അവൻ അങ്ങനെ ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ ഉയർപ്പിച്ച് സകല വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും
കർത്തൃത്വത്തിന് മുകളിൽ ആക്കി. ലാസർ ഉയർത്തതുപോലെയാണോ യേശു ഉയർത്തത്? ഇല്ല. ഞാൻ പറഞ്ഞു, ലാസർ പിന്നെയും മരിച്ചു. യേശു കർത്താവ് ഉയർത്തത് മരണത്തെ ജയിച്ച ഉയർത്തുന്നത്, തേജസ്സിന്റെ ഉയർപ്പ. ഇത് തന്നെ നമുക്ക് ലഭിച്ചത്. അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും വചനത്താലും, കർത്താവ് നിക്കോദെമോസ് പറഞ്ഞത് വെള്ളത്താലും ആത്മാവിനാലും ഉള്ള ജനനം, പരിശുദ്ധാത്മാവിനാലും കർത്താവിന്റെ വചനത്താലും അകത്ത് ഒരു ഉയർപ്പ് നമുക്ക് ലഭിച്ചു. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ എത്ര സ്ട്രോങ് അല്ലേ ദൈവം എന്നെ അകത്ത് ഉയർപ്പിച്ചെന്ന് പറയുന്നത്. ഇതിനത് മറ്റൊരു സൈഡ് അതിനുണ്ട് കേട്ടോ. ലഡു ഒക്കെ ഇഷ്ടമുള്ള ഒരാച്ചായന മരിച്ചു കഴിഞ്ഞിട്ട് എത്ര കളറിലുള്ള ലഡു കൊണ്ട് വെച്ചാൽ അദ്ദേഹം എന്ത് ചെയ്തില്ല? ഡെഡ് മീൻസ് ഡെഡ് എന്ന് പറഞ്ഞാൽ എന്ന് പറയുമോ? നോട്ട് ഏബിൾ ടു റെസ്പോണ്ട്. ചൂട്ടിനോടോ തണുപ്പിനോടൊന്നും പ്രതികരണമില്ല. സുവിശേഷം കേട്ടാലും പ്രതികരണമില്ല. ഇതൊന്നും പ്രതികരണമില്ലായിരുന്നു. അതുകൊണ്ട് ഇത് ഞാൻ സമ്പാദിച്ച രക്ഷയൊന്നുമല്ല, എന്നെ ഉയർപ്പിച്ചതാകുന്ന തന്റെ കൃപയാൽ തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം എന്റെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ ആ വചനത്തോട് വ്യാപരിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എന്റെ ഉള്ളിലെ മരണത്തെ മാറ്റി ദൈവത്തിന്റെ ജീവൻ എന്റെ ഉള്ളിൽ പകരുവാനിടയായി തീർന്നു. ഇന്ന് പകൽ അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാ ഈ ചർച്ചയിൽ നമ്മൾ വന്നത്. എല്ലാ കാര്യങ്ങളും ദൈവം ഉയർത്തിയാട്ടെ. ഞങ്ങളെ ഉയർപ്പിച്ച ഞങ്ങളുടെ അകത്തെ മരണത്തെ മാറ്റി ജീവൻ പകർന്ന ദൈവത്തിന്റെ സ്നേഹത്തിനും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യുക. സോ അതുകൊണ്ട് അബ്രഹാമിനെ പോലെ വിശ്വാസം കർത്താവ് നമുക്ക് തന്നല്ലേ. അബ്രഹാമിനെ പോലെ സെയിം കൈൻഡ് ഓഫ് ഫെയ്ത്ത്, എ ഗോഡ് ഹു റൈസസ് ദ ഡെഡ്. ഇനി ഇത് തുടക്കം മാത്രമാണ്. What is the conclusion of it? Romans chapter 8 verse 11. നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലെ കഴിഞ്ഞ ദിവസം ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുത്തു. ശ്രദ്ധിച്ച വാക്യം പതിവ് വായിക്കണം. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച അവന്റെ അതാരം the Father. യേശുവിനെ മരിച്ചവരുടെ, പുത്രനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ഇഫ് അങ്ങനെ ഉണ്ടെങ്കിൽ, അകത്ത് പരിശുദ്ധാത്മാവിനാൽ ഒരു ഉയർപ്പ് ലഭിച്ചെങ്കിൽ, പിന്നെ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് അകത്തല്ല, ഔട്ട്. അപ്പൊ ഓർക്കണം, കാഹളം ധ്വനിക്കുമ്പോൾ തേജസ്സിൽ കർത്താവ് വന്ന് ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ ഒരു ഗ്ലോറിയസ് ആയ റിസറക്ഷൻ വേണമെങ്കിൽ അകത്ത് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഏതെങ്കിലും ഒരു ചർച്ചിന്റെ ഭാഗമായി നടക്കത്തില്ല. ഇത് ഞാൻ എറണാകുളത്ത് ബൈബിൾ ക്ലാസ് എടുത്തപ്പോഴത്തേക്ക്, ബൈബിൾ ക്ലാസ് കഴിഞ്ഞിട്ട് വളരെ ആങ്ഷ്യസ് ആയിട്ട് ഒരു ആന്റിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, പാസ്റ്ററെ അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചാൽ മാത്രമേ ഈ തേജസ്സിന് ഉയർപ്പുണ്ടാകത്തുള്ളൂ എന്ന് എന്നോട് ചോദിച്ചു. വളരെ ആങ്ഷ്യസ് ആയി. എനിക്കറിയാം, ആ സ്റ്റോറി അങ്ങനെയല്ല. എപ്പോഴാ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്ന അറിയാമോ? നമ്മൾ രക്ഷിക്കപ്പെടുക പരിശുദ്ധാത്മാവിനെ അല്ലാതെ രക്ഷിക്കപ്പെടാൻ ആരെ കൊണ്ട് പറ്റത്തില്ല. ക്രിസ്തുവിനെ കർത്താവ് നേറ്റു പറയണമെങ്കിൽ അകത്ത് മരിച്ചുപോയ പ്രതികരണശേഷി ഇല്ലാത്ത എനിക്ക് ആ സുവിശേഷത്തോട് പ്രതികരിക്കണമെങ്കിൽ വചനത്തോട് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അകത്ത് വ്യാപരിച്ച് ഞാൻ തന്നെ ഉയർത്തതല്ല. ആണെങ്കിൽ സ്തോത്രം പറയണ്ട, ഇന്ന് സ്തോത്രം പറയണം ദൈവസന്നിധി. കാരണം എന്നെ ഉയർപ്പിച്ചതായ എന്റെ കർത്താവ്. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്, വിശുദ്ധിയോടെ ജീവിക്കേണ്ടതിന്, പ്രാർത്ഥിക്കേണ്ടതിന്, ഉപവസിക്കേണ്ടതിന്, പ്രയോജനപ്പെടേണ്ടതിന്, ജീവന്റെ സാക്ഷ്യം പറയേണ്ടതിന്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന് എന്നെ പ്രാപ്തിപ്പെടുത്തിയ പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പകൽ ഞങ്ങളുടെ ദൈവത്തിന് ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് സിസ്റ്ററോടോ എന്ന് പറയുമ്പോഴൊന്നല്ല, ഇത് ഞാൻ പറയുമ്പോൾ ഇത് കൈപൊക്കി സ്തോത്രം പറഞ്ഞാൽ മാത്രമേ ഒന്നും അങ്ങനെയല്ല കേട്ടോ. ശാന്തമായിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു ഗ്രൂപ്പിലൊക്കെ വരുമ്പോൾ ഒന്നിച്ചൊരു സ്തോത്രമൊക്കെ പറയുന്നത് നല്ലതല്ലേ? ചിലരോട് മുന്നോട്ട് പോയപ്പോഴുള്ളത് വെളിപ്പാട് സഞ്ചാരത്തിൽ അങ്ങോട്ട് പോകുകയും ചെയ്തു. വെളിപ്പാട് സഞ്ചാരത്തിൽ ദൂതന്മാർ ആരാധിക്കുന്നത് അറിയാമോ? കുഞ്ഞാടർക്കപ്പെട്ട കുഞ്ഞാട് ശക്തി, ദാനവും ബഹുമാനവും സ്വീകരിപ്പാൻ യോഗ്യനെന്ന അത്യുച്ചത്തിൽ ഞാൻ വിളിക്കുന്നത് പെന്റക്കോസ്റ്റൽ വർഷിപ്പ്. പെന്റക്കോസ്റ്റൽ ദൂതന്മാർക്ക് പെന്റക്കോസ്റ്റൽ. ഞാൻ ചോദിക്കുന്നത് അറിയാമോ, എപ്പോഴായി ശബ്ദം വരുന്നത് അറിയാമോ? തക്ക റീസൺ ഉള്ളപ്പോഴാ ഒച്ച വരുന്നത്.
ഒരു ഫുട്ബോൾ ഒരു ഗോളൊക്കെ അടിച്ചാൽ ഇരിക്കുന്ന കസേര ചാടി എഴുന്നേറ്റല്ലേ പറയാം. കാരണം there should be a reason. പാസ്റ്ററെ പതുക്കെ പ്രാർത്ഥിച്ചാലോ പതുക്കെ സ്വതന്ത്രം പറഞ്ഞാലോ നോ പ്രോബ്ലം. ഹന്നായുടെ പ്രാർത്ഥന പതുക്കിയല്ലായിരുന്നോ? But it should come from your heart. ഇതൊരു പ്രകടനമൊന്നുമല്ല. ഞാൻ എപ്പോഴും എന്റെ പ്രസംഗത്തില് മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയുന്നിടത്തോളം എന്നെ ഡിസിപ്ലിൻ ചെയ്തത്. കാരണം this is service, it is ministry. ഒരു സെന്റൻസ് പോലും അക്കൗണ്ടബിൾ ആണ് ബിഫോർ ഗോഡ്. I'm seriously telling you. Afraid of it. കാരണം ഇത് ജീവന്റെ വചനത്തിന്റെ ശുശ്രൂഷയാണ്. പറയുന്നതിന്റെ കാരണം തക്ക കാരണം ഉണ്ടെങ്കിലേ ഒച്ചത്തിൽ സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആളുകൾക്ക് തക്ക കാരണം ഇല്ലേ? സ്വന്തം പുത്രനെ തകർത്ത് കളഞ്ഞ് അതിനേക്കാൾ എന്നെ സ്നേഹിച്ച് എന്നെ കഴുകി വെടിപ്പാക്കി പരിശുദ്ധാത്മാവിനാൽ എന്നെ ഉയർപ്പിച്ച് അത്ഭുതകരമായി നടത്തുമ്പോൾ ഒരു ഞായറാഴ്ച ഇതിനകത്ത് വന്ന് ഉച്ചത്തിൽ സ്തോത്രം പറയാൻ തക്ക കാരണമില്ല. ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. Powerfully praising the Lord because we have a reason to say thank you Lord. Hallelujah. കഥാമേശയിലേക്ക് നമ്മുടെ മക്കൾ ഒരുക്കിയിരിക്കുക. അത് ബഹുമാനത്തോടെ ആദരവോടെ ശുശ്രൂഷിക്കും. എന്റെ കൊച്ചു കട്ടിലിന്റെ അരികിൽ മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുമ്പോൾ I have a reason to say thank you Lord. Thank you Lord. അത് ഷൂസിന് മനസ്സിന് മാത്രമൊന്നുമല്ല. ഞാൻ എത്രയോ പ്രാവശ്യം അത് പറഞ്ഞു. ഇതെല്ലാം അതിനേക്കാൾ വലിയ കാര്യങ്ങളാണ്. അതിക്രമങ്ങളിലെ പാപങ്ങളിലെ മനുഷ്യൻ നമ്മളെ എന്ത് ചെയ്യുന്നറിയാമോ? He raised us. ഞാൻ പലപ്പോഴും ചിന്തിക്കും ഇതുവരെയും വേണ്ടതിനൊന്നും പ്രയാസപ്പെടാൻ പറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ കർത്താവ് അത്ഭുതകരമായിട്ട് കാര്യമില്ല. ഞാനൊരു റീസൺ കണ്ടുപിടിച്ചു കേട്ടോ. ദൈവത്തിന്റെ നടത്തിക്കൊണ്ട് ഞാൻ സാക്ഷിയിലെടുത്ത് പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ആളുകൾ തെറ്റിദ്ധരിക്കുക. പണ്ടത്തെ സാക്ഷിയെ പറയുള്ളൂ. ഈ ദൈവം നമ്മോട് കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും തക്കവണ്ണം നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ എന്നിട്ട് കർത്താവിന്റെ കരുതൽ വലുതാണ്. ഞാനത് കണ്ടുപിടിച്ച റീസൺ എന്താണെന്ന് അറിയാമോ? നമ്മൾ വലിയ പ്രയോജനപ്പെടുന്നുണ്ടോ, നല്ലതായിട്ട് പാട്ട് പാടുന്നുണ്ടോ, അല്ലെങ്കിൽ ട്രാക്ട് കൊടുക്കുന്നുണ്ടോന്നുമല്ല, വിളിച്ചതുകൊണ്ടാണ്. He is faithful to the call. വിളിച്ചതുകൊണ്ട്. ചെങ്കടലിന്റെ നടുവിലൊരു വഴിയുണ്ട്. അതിന്റെ കാരണം എന്താ അറിയുമോ? He called them. പുലർത്തി നടത്തി അറിയുമോ? വിളിച്ചതുകൊണ്ടാണ്. സഹോദരി, കർത്താവ് നിന്നെ വിളിച്ചിട്ടുണ്ടെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നിർത്താൻ എന്റെ ദൈവം മതിയായവനാണ്. സാഹചര്യങ്ങൾ പ്രതികൂലമായിക്കൊള്ളട്ടെ, എല്ലാം ഡെഡ് പാസ്റ്റർ എന്ന് പറഞ്ഞുകൊള്ളട്ടെ, നീ വെയിറ്റ് ചെയ്ത് ദൈവസന്നിധിയിൽ തക്ക സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ ദൈവം മതിയായവനാ. ഇന്ന് വീട്ടിലേക്ക് പോകുന്നത് വിശ്വാസത്തിന്റെ ധൈര്യമുള്ള ഏറ്റെടുത്തുകൊണ്ടായിരിക്കണം. എല്ലാം കൊടിഞ്ഞു പറഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ കർത്താവ് നടത്തും അത്ഭുതകരമായ ദൈവം. പക്ഷെ നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കണം. നീ കോംപ്രമൈസ് ചെയ്യില്ല. നീ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ പോകില്ല. നീ പാസ്റ്ററെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചർച്ച വരണ്ട. കർത്താവിന്റെ സന്നിധിയിൽ സകല ഹൃദയങ്ങളെയും പരിശോധിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ തലയെ തൊട്ടൊന്നും പറയുന്നില്ല. പക്ഷേ കർത്താവ് ശക്തമായി നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. God who raises the dead. We have a reason to say thank you Lord. Thank you Lord. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച നമ്മളെ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഉയർപ്പിച്ചു. നമ്മുടെ സ്റ്റോറി കണക്കിടാതെ, ലോകമോഹങ്ങളിൽ നടന്ന കണക്കിടാതെ, പാപം ചെയ്തത് കണക്കിടാതെ ക്രിസ്തുവിൽ നമ്മളോട് ക്ഷമിച്ചു. ലോകത്തിൽ എത്രയോ നമ്മളെക്കാളും പ്രഗത്ഭരായ നല്ല സ്വഭാവമുള്ള എത്ര ആളുകൾ വിളിക്കണമെന്നറിയാമോ? നമ്മുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. ഞാൻ വിചാരിച്ച് ഈ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കൊന്നും ഈ വെളിച്ചം കിട്ടാത്തതുകൊണ്ടാണ്. അവരെത്ര കമ്മിറ്റ്മെന്റോടെയാണ് ചെയ്യുന്നറിയാമോ? പലപ്പോഴും ഞാൻ ലേശിയാ, നിങ്ങൾ ലേശിയാ, പ്രാർത്ഥനയുടെ കാര്യത്തിലൊക്കെ ഞാൻ ലേശിയാ. എന്നാൽ അവർ പക്ഷേ അവരുടെ കാര്യത്തിൽ വളരെ കമ്മിറ്റഡാണ്. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു, തന്നെ സ്നേഹം ആഹാരത്തിൽ ഞങ്ങളോട് പോവുക. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച നിങ്ങൾ എന്ത് ചെയ്തറിയാമോ? അവനെ ഉയർപ്പിച്ചു ജീവന്റെ പുതുക്കത്തിൽ. അങ്ങനെയുള്ളവർക്ക് ആ റോമർ 8:8 അതിന്റെ ഫിനിഷിംഗ് ആണ് നമ്മൾ വായിച്ചേ. രക്ഷിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുന്നത് അല്ലേ? പക്ഷെ നമുക്കൊരു സെക്കൻഡ് ബ്ലെസ്സിംഗ് ഉണ്ട്. അതെന്നാണെന്നറിയാമോ? Pentecostal teaching has a second blessing. The first blessing is second blessing. First blessing is regeneration. അതായത് Ephesians chapter 2 വന്നത്. There is a second blessing. You know what is it? Baptism of the Spirit. പരിശുദ്ധാത്മാവിന്റെ സ്നാനം. ഇത് രണ്ട് ബ്ലെസ്സിംഗ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ നമ്മുടെ ഉള്ളിൽ വരുന്ന റീജനറേറ്റ് ചെയ്യുന്ന, രണ്ടാമത്തത് ആത്മസ്നാനം. അത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചിന്തിച്ചതാണ്. ദാഹിക്കുന്നവൻ എന്ത് ചെയ്യട്ടെ? വരട്ടെ. ഇച്ഛിക്കുന്നവൻ വന്ന് ജീവന്റെ ജലം സൗജന്യമായി വാങ്ങട്ടെ. അവൻ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ വേണം. കർത്താവേ, ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ നദിയിലേക്ക്, ഒരു റെസ്റ്റോറേഷനിലേക്ക്, ഒരു പുതുക്കത്തിലേക്ക്, ഒരു നവീകരണത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയപ്പെടുവാനായി തീരും.
അലട്ടുന്ന സകല സകല സംവിധാനങ്ങളും മേൽ ജയം കർത്താവ് തരും. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരെങ്കിൽ വാക്യം വായിച്ച്, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ, അതിനർത്ഥം നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവജനാണെങ്കിൽ, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കാൻ ദൈവത്തെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ മർത്ത ശരീരങ്ങളെ എന്ത് ചെയ്യും? അപ്പൊ നമുക്കൊരു പ്രത്യാശ തരുന്നത് ഫൈനൽ ഫിനിഷിൽ. ആരോ എന്റെ അടുക്കൽ, നമ്മുടെ പിള്ളേർക്ക് ഒത്തിരി ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ അടുക്കൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവിന്റെ കാഹളം തുണിക്കുന്നത് എപ്പോഴാണ്? നമുക്കറിയില്ല ഏത് സമയത്ത് തുണിക്കാം. എനിക്ക് എന്തോ സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്ന ആ സെക്കൻഡിൽ പറയാം, നമുക്ക് എന്തോ സംഭവിച്ചു, ഒരു വലിയ ദൈവശക്തി നമ്മുടെ വ്യാപരിച്ചു എന്ന് തോന്നുന്ന ആ സെക്കൻഡിൽ നമ്മൾ എവിടെ എത്തുമെന്ന് അറിയാമോ? ഈ ഒരു ക്ലൗഡിന്റെ നടുവിലെത്തും. ദോഹയിൽ ഞാൻ ക്ലാസ്സിലൊക്കെ പോയപ്പോൾ അവിടെ ഒരു യാഗോവ പശ്ചാത്തലം ഒരു ബ്രദറുണ്ട്. അദ്ദേഹം പൂർണ്ണമായും ആ പെന്തക്കോസ്തിലേക്ക് വന്നില്ല. അത് ഇച്ചിരി മടിച്ച് നിൽക്കുക, വേണോ വേണ്ടതെന്ന് വിചാരിച്ചു. അത് എന്നോട് ഞാൻ രാത്രി ഒരു സ്വപ്നം കണ്ടു മാസ്റ്റർ. ഞാൻ ചെയ്യുന്ന വലിയ ക്ലൗഡ്, ലോർജ് ക്ലൗഡ്, അതിനുമേൽ വിശുദ്ധന്മാർ പാട്ട് പാടുന്ന ഒരു വലിയ കർത്താവിന്റെ വരവിന്റെ ഒരു ദർശനം ദൈവം മനുഷ്യന് കൊടുത്തു. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം തിരിച്ചറിയുന്ന ആരെയായിരിക്കും അറിയാമോ? See the Lord. എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച, എന്റെ രക്ഷയ്ക്ക് വേണ്ടി വില കൊടുത്ത തേജസ്സിന്റെ കർത്താവിനെ ഞാൻ അവിടെ തിരിച്ചറിയും. ആ ഉയർപ്പ് നമ്മുടെ പ്രത്യാശ. കേട്ടോ, UK ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതെല്ലാം നല്ലതാ, ഇതൊക്കെ നല്ലതാ. എന്റെ മക്കൾക്കൊക്കെ ഇവിടെ വന്ന് പഠിക്കണമെന്ന് മോക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ സാധാരണ സാധ്യത നടക്കാനുള്ള സാധ്യതയില്ല. ഇതൊക്കെ നമുക്കൊരു പ്രത്യാശ, പ്രതീക്ഷ ഒരു സൈഡിലുണ്ട്. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതിനെന്നറിയാമോ? The Lord will come. We will see him face to face. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ നിന്നയുടെയും പ്രയാസത്തിനൊക്കെ നടുവിൽ ഈ പുസ്തകം മാറോട് ചേർത്ത് നടക്കുന്ന റീസൺ, കർത്താവ് ഒരു ദിവസം വരുമെന്നുള്ളതാണ്. എന്ന് പാടില്ലേ, യെരൂശലേമിൻ തെരുവിലൂടെ ക്രൂശമരം ചുമന്ന് കാൽവറിയിൽ നടന്നു പോയവൻ ശോഭിത പട്ടണങ്ങൾ, മുത്തുകളായുള്ള വീടുകൾ തീർത്തിട്ട് വേഗത്തിൽ വരുന്നവൻ. ഇത് നമ്മുടെ പ്രത്യാശ. ആ സഭായോഗം ഇതുപോലെ പേരിലൊന്നുള്ള സഭായോഗമല്ല. IPC CG പേര് കാണത്തില്ല. ഉയർപ്പ്, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച് ഉയർപ്പ് പ്രാപിച്ച, അകത്തുയർപ്പ് പ്രാപിച്ച സകല ആളുകളുടെ കല്ലറകൾ തുറക്കപ്പെടും. സ്തെഫാനോസിന്റെ കല്ലറ ഇതുവരെ തുറന്നിട്ടില്ല. അവിടെ അടഞ്ഞെടുക്കുന്നത് ഭക്തിയുള്ള പുരുഷന്മാർ അവനെ എന്ത് ചെയ്യുന്ന എത്ര കല്ലറകളുണ്ടെന്നറിയാമോ? ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വിശുദ്ധന്മാരുടെ കല്ലറകൾ. ക്രിസ്തുവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങൾ എടുക്കപ്പെടും. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ലോജിക്കാം. ക്രിസ്തുവിനെ ഉയർപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളെ ഉയർപ്പിക്കാൻ കഴിയും. ലോജിക്ക. ഞാൻ ആ ഭാഗം അവിടെ നിർത്തിയിട്ട് ഞാൻ അടുത്ത ഇതിലേക്ക് പോവാ. ഓർക്കണമേ, നാം സേവിക്കുന്ന ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ചുമ്മാ വെറുതെ ഒരു ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ നിന്നിട്ട് കർത്താവ് ലാസറെ തിരിച്ചു വരിക എന്ന് പറഞ്ഞപ്പോ മനുഷ്യൻ കെട്ടിവെച്ച കെട്ടൊഴികെ ബാക്കി പഴയ ലാസറാവുന്നത്. ഒരു കോശത്തിന് പോലും ജീർണതയില്ല, ഒറ്റ കോശത്തിന് പോലും ജീർണതയില്ല. എങ്ങനെയാ പാസ്റ്റർ ചോദിച്ചാൽ ഒരു സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. വാതിക്ക് നിൽക്കുന്ന ആളുടെ വാക്കിന്റെ അധികാരം അത്ര വലുതാ. ലാസറിന്റെ കല്ലറയുടെ വാതിക്കൽ നിന്നിട്ട് 4 ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ച ലാസറെ മടങ്ങി വരാന്ന് പറഞ്ഞപ്പോ വന്നെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലേ? എന്നാൽ ആകാശത്തിന്റെ വാതിക്കൽ വന്നിട്ട് വിളിക്കുമ്പോഴോ കം അപ്പ് ഹിയർ എന്ന് പറയുമ്പോൾ ഒരു ലാസർ മാത്രമല്ല, ബില്യൺസ് ഓഫ് ആളുകൾ ആകാശമേഖലയിൽ എടുക്കപ്പെടും. ഇതൊക്കെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സയൻസിൽ ലോജിക്ക് ഞങ്ങളുടെ ലോജിക്ക് എന്ന് പറയുന്നത് ഞങ്ങളുടെ ലോജിക്ക് ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്ന ഒരാളെ ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ്. എല്ലാം സയന്റിഫിക്കലി ടെസ്റ്റ് അതിന് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ our God is able to do these things. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും സങ്കടത്തിൽ കിടന്നോ വീടിന്റെ അകത്ത് കട്ടിലിന്റെ അരികെ മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുമ്പോൾ റോമർ 4 അബ്രഹാമിന്റെ ഫെയ്ത്ത് ഉള്ളിലേക്ക് വരണമേ. മൈ ഗോഡ്, അതിന്റെ അർത്ഥം ഞാൻ പ്രാർത്ഥിക്കുന്നതിന്റെ ചെറിയ പെറ്റി ആവശ്യങ്ങളല്ല അതുപോലെ ദൈവം എഴുതി തരുമെന്നാണോ? നോ, ദാറ്റ്സ് നോട്ട് ഇറ്റ്. He will guide and he will guide according to his wisdom. അത് ഞാൻ രാത്രി പറഞ്ഞ 3 ബാലന്മാർ പറഞ്ഞ സ്റ്റോറി ഇതാ. ഈ തീജ്വാലിനെ വിടുവിക്കാൻ ഞങ്ങളുടെ ദൈവത്തെ കൊണ്ട് പറ്റും. വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ദൈവത്തെ രക്ഷിക്കും. That's a past or story. ഇനി പ്രസന്റിലേക്ക് പോകാനായിട്ട് നോക്കില്ല സമയത്ത് ഞാൻ നോട്ടിക്കാൻ ചർച്ചിലൊന്നും ഫുൾ മെസ്സേജ് ഒന്നും വേണമെന്നില്ല. കാരണം ആദ്യത്തെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞാൽ ബാക്കിയെല്ലാം ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? We know the other things. This is a present
പ്രസന്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്. നോക്കി മുഴുവൻ നമുക്ക് സമയമില്ല. എന്നാൽ ഞാൻ അതിന്റെ 12-13 വാക്യത്തിലൊന്ന് വായിച്ചു. ഇപ്പോൾ, not the past but the present. ഇപ്പോൾ connected to Jesus. Without Jesus അല്ല, with Jesus, in Jesus, in King Jesus, because of Jesus. നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ ആരായി തീർന്നു? സമീപസ്ഥരായി. ഞാൻ വാക്ക് ചെയ്തത് നോട്ടിംഗം ചർച്ചിൽ ചോദ്യം ചോദിക്കുക, എത്ര സമീപസ്ഥരാക്കി? സമീപസ്ഥരാക്കി എന്ന് പറഞ്ഞാൽ എത്രമാത്രം സമീപസ്ഥരാക്കി? 2:18 വാക്യം നോക്കി. അവൻ മുഖാന്തരം നമുക്ക്, അതാരാ? ഇരുപക്ഷക്കാർക്ക്, ഇന്ത്യക്കാർക്കും ഇംഗ്ലണ്ടുകാർക്കാണോ? അതോ IPC ആരോ? ഇരുപക്ഷക്കാരാരാ? Jew and Gentiles. Paul is writing Jew and Gentiles. നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ, Trinitarian passage, the Father, the Son and the Spirit. ഏകാത്മാവിനാൽ പിതാവിലേക്ക് ആക്സസ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആക്സസ് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു പനി പിടിച്ചാൽ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നോടുള്ള ആൾക്കാർ പറഞ്ഞു. ആക്സസ് ബുദ്ധിമുട്ടാണ്. കോട്ടയം കളക്ടർ ഓഫീസിലോട് പെട്ടെന്ന് കുറിച്ച് കയറി ചെല്ലാൻ പറ്റുന്നൊന്നുമില്ല. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ കാണണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ആക്സസ് ഈസ് വെരി ഡിഫിക്കൽട്ട്. വാല്യൂ ഉള്ളത് ആക്സസ് എന്ന പദത്തിന്. ഇവിടെ പൗലോസ് പറയാം, നമുക്ക് ഇരുപക്ഷക്കാർക്കും പിതാവിന്റെ സന്നിധിയിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവിൽ എന്തെന്ന് അറിയാമോ? പ്രവേശനം. സമീപസ്ഥരാക്കി. എത്രത്തോളം സമീപസ്ഥരാക്കി? ഇപ്പോഴത്തെ കാര്യമാണ്. സമീപസ്ഥരാക്കി. എത്രത്തോളം സമീപസ്ഥരാക്കി? അദ്ദേഹത്തിലേക്ക് എബ്രായ ലേഖനത്തിലേക്ക് പോകണം. അങ്ങോട്ട് പോകണ്ട. സമാഗമന കൂടാരത്തിൽ ദേവാലയത്തിലൊക്കെ പല സെഗ്മെന്റ്സ് ഉണ്ടായിരുന്നു. അതിന് കാരണം ഗോഡ് ഈസ് ഹോളി. ചുമ്മാ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റത്തില്ല. കിരൂബുകൾ ചിറവിരിച്ചിരിക്കുന്ന കൃപാസനയുടെ അടുത്തേക്ക് നിങ്ങൾക്ക് ചെല്ലാൻ പോലും പറ്റത്തില്ല. നമ്മൾ ദൂരസ്ഥാന്ന് പറഞ്ഞാൽ ജനലാണെങ്കിൽ trespassers will be prosecuted അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒറ്റ സ്റ്റെപ്പ് അങ്ങോട്ട് വെക്കാൻ പറ്റില്ല. സ്ത്രീകളാണെങ്കിൽ അവർക്ക് സ്ഥലത്ത് വരിക. You cannot dream going to the throne of grace. Only high priest can go. അവിടെ ചെന്ന വെളിയിലൊക്കെ ചെന്ന് ഇതൊക്കെ കണ്ട് കേട്ടൊക്കെ പോരാ. പക്ഷേ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. God is a God of order. കൃത്യമായിട്ടല്ല ചെയ്യുന്നത്. ദൈവം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. തക്കതായ ഒരു യാഗം വന്നാൽ മാത്രമേ അങ്ങോട്ട് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. പുത്രൻ യാഗമായി തീർന്നപ്പോൾ യേശു തന്റെ ദേഹമെന്ന തിരുഷ്ടിയിൽ കൂടി പ്രതിഷ്ഠിച്ച് എവിടം വരെ അടുപ്പിച്ചെന്നറിയാമോ? എവിടം വരെ അടുപ്പിച്ചെന്നറിയാമോ? കൃപാസനം വരെ അടുപ്പിച്ചു. യഹൂദന്റെ മഹാപുരോഹിതനേക്കാൾ എന്നെ യോഗ്യനാക്കിയത് എന്താണെന്നറിയാമോ? യേശുവിന്റെ രക്തം എന്റെ മേൽ തളിക്കപ്പെട്ടതാണ് ഞാൻ തിരിച്ചറിയുക. എന്റെ മെറിറ്റോ, എന്റെ ബാങ്ക് ബാലൻസോ, ഡിഗ്രിയോ, PhD സർട്ടിഫിക്കറ്റോ ഒന്നുമല്ല. കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ടപ്പോൾ യഹൂദന്റെ മഹാപുരോഹിതനേക്കാൾ എന്നെ യോഗ്യനാക്കി അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കൃപാസനം വരെ അടുപ്പിച്ചത് ചെറിയ ബ്ലെസ്സിംഗ് അല്ല, വലിയ ബ്ലെസ്സിംഗ് ആണെന്ന് വിശ്വസിക്കുന്നവരോട് ചേർന്ന് കാര്യങ്ങൾ ഉയർത്തി ഇതുപോലെ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. അനേകർക്ക് ലഭിക്കാത്തൊരു പദവി. അത് മാത്രമല്ല, യഹൂദന്റെ മഹാപുരോഹിതൻ എത്ര പ്രാവശ്യം പോകാന്നറിയോ? ഒരു വർഷം. 1 time in an year. എങ്ങനെയാ പോകുന്നത്? ട്രംപ്ലിംഗ്. അവിടെ എബ്രായറിൽ പറയാം, അതുകൊണ്ട് തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാൻ, കരുണ ലഭിപ്പാൻ ത്രോൺ ഓഫ് ഗ്രേസ്, കൃപാസനത്തോടെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ധൈര്യത്തോടെ, വിറച്ചുകൊണ്ടല്ല, ബഹുമാനമുണ്ട്, ആദരവുണ്ട്. ട്രംബ്ലിംഗ് അല്ല, ഫിയർ കൊണ്ടുള്ള ട്രംബ്ലിംഗ് അല്ല, റെസ്പെക്ട്ഫുള്ളി. തൽസമയം എന്ന് പറഞ്ഞാൽ ഏതാ പാസ്റ്ററെ? സഭായോഗത്തിൽ വരുമ്പോഴാണോ? അല്ല. വലിയൊരു പ്രതിസന്ധിയിൽ വന്നു. രാത്രി പാസ്റ്ററെ വിളിച്ചിട്ട് കിട്ടിയില്ല. പക്ഷെ കൃപാസനത്തിന്റെ ഡോറ് നിനക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. ആരുമില്ലെങ്കിലും അവിടെ ചെല്ലുമ്പോ എന്റെ പ്രശ്നങ്ങൾ അതുപോലെ അറിയാവുന്ന ഒരാള്, എന്റെ സങ്കടങ്ങൾ അതുപോലെ അറിയാവുന്ന ഒരാള്, പ്രാർത്ഥിക്കാൻ മുഴങ്കാല് മടക്കിയതുപോലെ അല്ല തിരിച്ചെഴുന്നേൽക്കുന്നേ.
അവന്റെ കൃപയാൽ എന്റെ ചെറിയ ഹൃദയത്തെ ബലപ്പെടുത്തി നടത്തിയ നാളുകളെ ഇന്ന് പകൽ ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. പാസ്റ്ററെ, എത്രയോ പ്രാവശ്യം ഹോളിലേക്ക് തകർന്ന ഹൃദയമായിട്ട് വന്നതാ. ഇവിടെ പ്രസംഗിച്ച വചനത്തിലൂടെ വ്യാപരിച്ച ദൈവശക്തി എന്നെ ബലപ്പെടുത്തി നടത്തിയത് കൊണ്ട് ഇന്ന് പകൽക്കാലം ഹോളിനകത്ത് ഞങ്ങളായിരിക്കുന്നത്. അതിന്റെ കാരണം ഞങ്ങളെ കൃപാസനം വരെ അവൻ അടുപ്പിച്ചു, സമീപസ്ഥരാക്കി. ഇതൊക്കെ ഒത്തിരി വിശദീകരിക്കാനുണ്ട്, ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സമീപസ്ഥരാക്കി തീർത്തു. 2 തിരിച്ചു വരിക. എഫെസ്യ ലേഖനം 2:14 വാക്യം വായിച്ചു. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന തന്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ചു ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും പ്രാർത്ഥനാപൂർവ്വം ധ്യാനത്തോടെ അപ്പോസ്തലൻ എന്ന നിലയിൽ ദൈവം കൊടുക്കുന്ന കൃപ വളരെ വലുതായിരുന്നു. എല്ലാം ഭയങ്കര ഡെപ്ത് ഉണ്ട് ഓരോ വാക്യത്തിനും. പൗലോസ് പോലും ചിന്തിച്ചില്ല 2025 അല്ലെങ്കിൽ അത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതുപോലൊരു ചർച്ചിൽ ഇതൊക്കെ ഉപയോഗിക്കുന്ന അവർ ചിന്തിച്ചിട്ടൊന്നുമില്ല. അവർ എഫെസോസിലെ ചർച്ചിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു ചർച്ചകൾക്ക് വേണ്ടി അന്നത് കൊടുത്തു വിട്ടാൽ അവരുടെ തലമുറയിൽ തന്നെ യേശു മടങ്ങി വരുന്ന അവരൊക്കെ ചിന്തിച്ചേ. പക്ഷെ നിത്യനായ ദൈവത്തിന് അറിയാമായിരുന്നു അനേകർക്ക് വേണ്ടിയുള്ള ജീവന്റെ അപ്പമായി വചനമെന്ന് അറിയാമായിരുന്നു. നമ്മളെ ബലപ്പെടുത്തി നടത്താൻ യൂഷന്റെ ഭൂമിയിലെ യാത്രയിൽ നമ്മളോട് സംസാരിപ്പാൻ തന്റെ ദാസന്മാരെ ദൈവം ഉപയോഗിച്ചു. നമ്മളെ 20, 18, 19 വാക്യം വായിച്ചു. ഇതൊക്കെ മനോഹരമായ വാക്യം. നമ്മൾ പാടുന്ന പാട്ടുണ്ട്, ആകയാൽ ഞങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല. ഇപ്പം അല്ലെന്നാ പറയുന്നത്. ആകും അന്യന്മാരും പരദേശികൾ ആകത്തില്ലെന്നല്ല, തേജസ് വരുമ്പോഴല്ല, ഇപ്പൊ തന്നെ ആര് അന്യന്മാരും പരദേശികളല്ല, പിന്നെ വിശുദ്ധന്മാരുടെ സഹോദരന്മാരും. നമ്മൾ ചിന്തിച്ചാൽ അവിടെ ദൈവത്തിന്റെ ഭവനക്കാരൻ. ദൈവത്തിന്റെ ഭവനക്കാരെന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം തോന്നില്ല. നമ്മളെ ദത്തെടുത്ത് കർത്താവ്. ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അറിയാമോ? എന്റെ വീട്ടിൽ ജനിച്ച ഒരു കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യണ്ട? ഓൾറെഡി ദേ ഹാവ് ദ റൈറ്റ്. ഞാൻ ദത്തെടുത്താന്ന് പറഞ്ഞാൽ വേറൊരു വീട്ടിൽ നിന്ന് വന്നതാണ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന സകല ആൾക്കാരും ദത്തെടുക്കപ്പെട്ടവരാണ്. നോട്ട് ബിലോങ്ങിങ് ടു ദിസ്. ഇത് നമ്മുടെ ബൈ ബർത്തിന്റെ ഷെയർ അല്ലായിരുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഇതിന്റെ ഭാഗമായതാണ്. വിശുദ്ധന്മാരുടെ സഹോദരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാക്കി. ലാസ്റ്റ് വാക്യം. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടത് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. സെമെട്രി എന്നുള്ള സ്റ്റോറി മാറ്റി, അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ സ്റ്റോറി മാറ്റി, ജീവന്റെ താഴ്വരയാക്കി മാറ്റി, ദൈവം അധിവസിക്കുന്ന ടെമ്പിളാക്കി മാറ്റി, നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ആലയമാക്കി മാറ്റി. ഈ പ്രത്യാശമാക്കിയ തേജസ്സിന്റെ കാഹളം ധരിക്കുമ്പോൾ ഞങ്ങൾ അക്ഷയരായി ഉയർക്കും. കണ്ണുനീരവൻ തുടച്ചു കളയും. ഈ വലിയ യാത്രക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത്ര വലിയ ഭാഗ്യ പദവി ഞങ്ങൾക്ക് തന്ന ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ ദൈവം എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങളുടെ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. രക്ഷിക്കപ്പെട്ടപ്പോഴാ വിശ്വാസമാണ്. തേജസ്സിന്റെ ഉയർപ്പ് ഫൈനലും ആ വിശ്വാസത്തിന്റെ ബേസിലാണ്. God is a God who raises the dead. ഒന്നുമില്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കാൻ ശക്തിയുള്ള ഒരു ദൈവം. അബ്രഹാമിന്റെ ദൈവം, പൗലോസിന്റെ ദൈവം, യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം. അപ്പോൾ നമ്മുടെ കണ്ണുകളുടെ ദിവസമാണ് കേശവമായ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും നമുക്ക് പറയാൻ പറ്റുമോ ദൈവത്തോട്? താങ്ക് യു ലോർഡ്. ഞങ്ങൾക്ക് ലഭിച്ച പദവികൾ എത്ര വലുതാണ്. ഞങ്ങൾ ലഭിച്ച അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. ഞങ്ങൾ സെമിട്രി ആയിരുന്നു, സെമിട്രി, ജീവനില്ലാത്ത സെമിട്രി. But you raised us because of Jesus. You changed our story from valley of dry bones into valley of life because of your grace, mercy, faithfulness and goodness. You made us temple, living temple. The Spirit is in our hearts and our lives. ഒരു കാലം അടക്കിയിട്ട് അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നമുക്ക് ലഭിച്ച പദവികൾ എത്ര വലുതാണ് തിരിച്ചറിയപ്പെടാം. കർത്താവിനെ സേവിക്കാൻ ഒരു പ്രേരണ, ഒരു സന്തോഷം, ഒരു കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടാകുന്നതാണ്. പേഴ്സണലി മുഴങ്ങാൻ മടക്കി പ്രാർത്ഥിച്ചാലും, ചർച്ചയിൽ വന്ന് ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചാലും,
We should thank for these things. These things. മെറിറ്റിലല്ല, കൃപയാല. ദൈവത്തിൻ്റെ സ്നേഹമാ, ദൈവത്തിൻ്റെ അറിയാം. ഹൃദയത്തിനുള്ളിൽ നിന്നൊരു താങ്ക് യു പറയാതിരുന്ന് പോലെ. താങ്ക് യു ലോർഡ്. നമുക്ക് പറയാം, കർത്താവേ, കമ്മിറ്റഡ് ആകാൻ എന്നെ സഹായിക്കണേ. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ എൻ്റെ ചെറിയ ഹൃദയത്തെ നിറയ്ക്കണേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ വഴികൾ നടപ്പാൻ, വിശ്വസ്തയോടെ ദൈവത്തെ സേവിപ്പാൻ, പരമാർത്ഥതയോടെ ദൈവത്തെ സേവിപ്പാൻ ഒരു കൃപ തരണം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടുകാർ എത്രയോ പേരിനിയുണ്ട്, നമ്മുടെ ബന്ധുക്കൾ ചാർച്ചക്കാർ എത്രയോ പേരുണ്ട്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മനുഷ്യർ തിരിച്ചറിയാതെ, കണ്ണുണ്ടായിട്ട് കാണാതെ, ചെവിയുണ്ടായിട്ട് കേൾക്കാതെ എത്രയോ ആളുകളുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ചർച്ചിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനേകം കടന്നു വരട്ടെ. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പറ്റുന്ന സ്പേസ്, ദൈവം അനുവദിക്കുന്ന സ്പേസ് വിവേകത്തോടെ നമുക്ക് അവരുടെ സുവിശേഷം പറയാം. നമ്മുടെ ബന്ധുക്കൾ ചാർച്ചക്കാരൻ അനേകം കർത്താവിനെ അറിയണമെന്ന് പ്രാർത്ഥിക്കാം. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞതുപോലെ കർത്താവിനെ വിശ്വസ്തയോടെ പിൻപറ്റുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ജീവന്റെ അപ്പമായ വചനം, അവിടുത്തെ വചനത്തിനായിട്ട് ഞങ്ങൾ അവിടുത്തെ നന്ദി പറയുന്നു. ഞങ്ങൾ എത്ര ചെറിയവരാണ് കർത്താവേ. ഞങ്ങളുടെ സാധ്യതകളൊക്കെ ചെറുതാണ്. ഞങ്ങളിടയ്ക്ക് പിറകുറുക്കുകയും ഞങ്ങളിടയ്ക്ക് നിരാശപ്പെടുകയൊക്കെ ചെയ്യുന്നവരാ. എങ്കിലും ഞങ്ങളുടെ ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ദൈവമാണ്. പരമാർത്ഥതയോടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവകൃപയോടെ ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി നിൽപ്പാൻ കൃപ തരണമേ. പാസ്റ്ററെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സഹായിക്കണമേ. ഈ ദേശത്ത് കടന്നു വരുവാനും കർത്താവെ അവിടുത്തെ വൻ ശുശ്രൂഷിക്കാനൊക്കെ ബലപ്പെടുത്തിയത് ഓർത്ത് സ്തോത്രം. എല്ലാറ്റിനായിട്ട് ദൈവത്തിന് നന്ദി. ദൈവത്തിനെ താഴ്ത്തുന്നു. എല്ലാ മഹത്വ കർത്താവിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഒരു പ്രാവശ്യം കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ.